ഒരെണ്ണം ഒരു പാട്ടൊന്നിട്ട് നോക്കട്ടെ. പാടുന്നത് തുള്ളിലി പാടാ. എക്കസക്ക എക്കസക്ക എക്കസക്കല എക്കസക്ക എക്കസക്ക എക്കസക്കല అక్క పండదు లెప్పు నకులు బత్తెరిట్టెలా అక్క పండదు లెప్పు నకులు బత్తెరిట్టెలా ఎక్కసక ఎక్కసక ఎక్కసక్కల ఎక్కసక ఎక్కసక ఎక్కసక్కల. ഇത് വഴിപ്പിടി വന്നില്ലേ? വന്നപ്പോ ഒരു പാട്ട് പാടിയില്ലേ? അത് നല്ല എന്താ ഇതിന്റെ അർത്ഥം? എന്താണ് എക്കസക്ക? കോട്ടി ചെന്നൈ എന്ന് പറഞ്ഞ ഒരു തുളു ഇതിലൊരു ദൈവമുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ കഥയാണ് ഈ കഥയിലുള്ളത്. അപ്പൊ അവരെ ചേച്ചി ഈ കോട്ടിയും ചെന്നൈ എന്ന് പറഞ്ഞ രണ്ട് ഇരട്ട മക്കളാണ്. അപ്പൊ അതിന്റെ ഏച്ചിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പൊ ഈ ഏട്ടന്മാറ് വരുന്നതാണ് അനിയന്മാർ ഈ കോട്ടിയും ചെന്നൈനും വരുമ്പോ ഏച്ചി തേങ്ങ പറിക്കാൻ ഇല്ല ഇളനീര് പറിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അങ്ങനെ ചേച്ചിയുടെ സ്ഥലം എവിടെയാ? കാസർഗോഡ്. കാസർഗോഡ് അല്ലല്ലോ, മലയാളം അല്ലല്ലോ പറയുന്നത്. ഞാൻ പഠിച്ചത് കർണാടക, പക്ഷെ വീട്ടിൽ സംസാരിക്കുന്നത് മലയാളം. അപ്പൊ ഞങ്ങൾ അവിടെ കാസർഗോഡ് എത്തിക്കഴിഞ്ഞാല് എല്ലാ ഭാഷയും ഒന്ന്. ഇപ്പൊ നിങ്ങൾ മലയാളത്തിൽ തന്നെ 5-6 തരത്തിലുണ്ട്. കുറച്ച് മഞ്ചേശ്വര തല അങ്ങോട്ട് പോയാല് ഔഡ ഊടാന്ന് പറയും. ഔഡ ഊടാന്ന് പറയും. അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നെങ്കില് അവളു ഊളൂന്ന് പറയും. അവള് ഇവളെന്ന് പറയും. കുറച്ച് കാസർഗോഡ് എത്തുമ്പോ കുറച്ചുകൂടി വ്യത്യാസമാവും. ഓള് ഇവളെന്നാവും. ആടുന്ന് കുറച്ച് ഇങ്ങോട്ട് കാഞ്ഞങ്ങാട് എത്തുമ്പോ അപ്പ്യ ഇപ്പ്യാവും. അങ്ങനെയാണ് കാസർഗോഡിൽ ഒരുപാട് മലയാളത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഏതും അല്ലാത്ത ഭാഷയായിപ്പോയി.